ഈ സുവർണാവസരം പാഴാക്കാതിരിക്കുക. യോമു ആഷുറ അഥവാ മുഹറം 10 വെള്ളിയാഴ്ച ദിവസവും ഒരുമിച്ച് കൂടുന്ന അതിമനോഹരമായ വിശ്വാസിയുടെ ഹൃദയത്തിൽ ആഹ്ലാദം അലതല്ലുന്ന സുദിനം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തി ചെന്നത് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്നാണ്. ആശുറാവ് ദിവസത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് യോമും മിൻ അയ്യാമില്ല, അള്ളാഹുവിൻ്റെ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് എന്നാണ്. നമുക്കറിയാം, സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അള്ളാഹു ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ നൽകും. ബുദ്ധിയുള്ള വിശ്വാസികൾ അത് ഉപയോഗപ്പെടുത്തും എന്നതാണ്. ഇന്ന് നമുക്ക് ഈ രണ്ട് പ്രധാനപ്പെട്ട സുദിനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹത്തായ മുഹറം 10 വെള്ളിയാഴ്ചയുടെ പകലും അതിൻ്റെ രാവായി കടന്നു വരുന്ന ദുൽഹിജ്ജ 9 നോമ്പുതുറയോടുകൂടി കടന്നു വരുന്നതും വെള്ളിയാഴ്ച രാവായി വരുന്ന ആ രാവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിശ്വാസികളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന വളരെ മനോഹരമായ വലിയ വിലപിടിപ്പുള്ള ഈ സമയത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യമാകണം എന്നതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിടത്തെല്ലാം എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുമെന്നാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. റബ്ബിൻ്റെ പല തീരുമാനങ്ങളും മാറ്റാൻ ദുആയ്ക്ക് സാധ്യമാകുമെന്നത് പ്രവാചകൻ്റെ അധ്യാപനമാണ്. അതുപോലെ ഈ ദിവസങ്ങളിലും സമയങ്ങളിലും സ്വതക്കുകൾ കൊണ്ടും നമുക്ക് വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റാൻ സാധ്യമാകുമെന്നതും പ്രവാചക അധ്യാപനങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട് എന്ന് പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ആ സമയത്തിനോട് നിന്റെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ നീ ചോദിക്കുന്ന എന്തും അള്ളാഹു നൽകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിൽ ഒന്ന് മിൻ ജുലൂസിൽ ഖത്തീബി അലൽ മിമ്പറിൽ ഖത്തീബ് ഇരുന്ന സമയം മുതൽ ഇൻസിറാഫിഹി മിനസ് സ്വലാത്തി, നിസ്കാരത്തിന് പിരിയുന്നതിനിടെയുള്ള ആ സമയമാണ് ഇജാബത്തിൻ്റെ സമയമെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു സമയം അതേ വെള്ളിയാഴ്ചയിൽ ഇജാബത്ത് കിട്ടുന്ന സമയമായി എണ്ണിയത് മിൻ ബഅദൽ അസ്രി ഇലാ ഖുറൂബി ശംസി എന്നാണ്. വെള്ളിയാഴ്ച ദിവസം അസ്ർ നമസ്കാരത്തിൻ്റെയും സൂര്യാസ്തമിക്കുന്നതിൻ്റെയും ഇടയിലുള്ള സമയം, അഥവാ അസ്ർ നമസ്കാരത്തിൻ്റെ ശേഷം മഗ്‌രിബിന് മുമ്പായുള്ള സമയം. ഈ രണ്ട് സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥന കൊണ്ടും സ്വതക്ക കൊണ്ടും കൂടുതൽ അടുക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക, നഷ്ടപ്പെടുത്താതിരിക്കുക, ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.